മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് ഇഞ്ചീൽ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഇതിപ്പോൾ എന്താണ്? ഇതാണ് തൗറാത്ത്. മാഷാ അല്ലാ. അപ്പോൾ തൗറാത്ത് ഇങ്ങനെയാണ് അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ്. അൽ ഇസ്കന്ദരിയ എന്ന് അറബിയിൽ പറയുന്ന ഈ ഒരു പട്ടണം നിർമ്മിച്ചത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അത്രേ. മഹാനായ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി തലസ്ഥാനം കൈറോയിലേക്ക് മാറ്റുന്നതുവരെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു അലക്സാണ്ട്രിയ ആയിരുന്നു. മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള ഈ ഒരു പട്ടണം ഏകദേശം 32 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു വലിയ പട്ടണമാണ്. നമുക്ക് ഡൽഹി, മുംബൈ എന്ന് പറയുന്ന പോലെ, ഡൽഹിയാണ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ മുംബൈയിലാണല്ലോ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ കെയ്റോ ആണ് തലസ്ഥാനം എന്നുണ്ടെങ്കിലും ഈജിപ്തിൻ്റെ പ്രധാന കയറ്റുമതിയും ഇറക്കുമതിയും അങ്ങനെയുള്ള ഏകദേശം ഒരു 75% കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു അലക്സാണ്ട്രിയയിലാണെന്ന് പറയാറുണ്ട്. മനോഹരമായൊരു കടൽ തീരം, ബീച്ച്, അതേപോലെ തന്നെ കായ്ത്തബായ് കോട്ട, അലക്സാണ്ട്രിയ ലൈബ്രറി, ബുസൂരി ഇമാമിൻ്റെയും അതേപോലെ അബുൽ അബ്ബാസ് മുർസി തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ മക്ബറ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പട്ടണമാണ്. അലക്സാണ്ട്രിയയിലെത്തി ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ മക്ബറയും പള്ളിയൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിനെ ഒന്ന് സിയാറത്ത് ചെയ്യണമെന്നുള്ളത്. കാരണം അവരുടെ ബുർദ, അതിൽ ആദ്യ വരികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലാണ്. പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖബർ ഷരീഫും അതേപോലെ വീടുകൾക്കുള്ള ഒരു ഹുജ്റത്ത് ഷരീഫ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇരുമ്പിൻ്റെ മറുണ്ട്. അതിലേക്ക് കയറുന്ന ഒരു ഗേറ്റ് ഉണ്ട്, ഒരു വാതിലുണ്ട്. ബാബു ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാതിൽ. അതിൻ്റെ ഒരു പൂട്ടുണ്ട്. ആ പൂട്ടിൻ്റെ മുകളിലാണ് ഞാൻ ആദ്യമായിട്ട് ബുർദയുടെ വരികൾ കണ്ടത്. ആ പൂട്ടിൻ്റെ ഒരു ഭാഗത്ത് എഴുതിയത് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി എന്ന് പറയുന്ന വരികളായിരുന്നു. അത് എഴുതിയ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഖബറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ചരിത്രവും അദ്ദേഹം ആ ഒരു ബുർദയും അതുപോലുള്ള മറ്റ് കവിതകളൊക്കെ എഴുതാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സിയാറത്തുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ അലക്സാണ്ട്രിയയിലെ പ്രസിദ്ധമായ അലക്സാണ്ട്രിയ ലൈബ്രറി കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. 150 ഈജിപ്ഷ്യൻ പൗണ്ടാണ്, ഏകദേശം നാട്ടിലെ ഒരു 255 രൂപയോളം വരും എൻട്രി ഫീ. ഏകദേശം 1 കോടിയോളം പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ള ലൈബ്രറിയാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. കാരണം അലക്സാണ്ട്രിയ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത്, പുരാതന കാലത്ത് ലോകത്ത് ഏറ്റവും വലുതും അത്രയും ബുക്കുകളും കാര്യങ്ങളുള്ള അത്രയും പ്രധാനപ്പെട്ട ലൈബ്രറി ഉണ്ടായിരുന്നു ഈജിപ്തിൽ. പക്ഷെ അതല്ല ഇത്. അത് ഓൾറെഡി കത്തി നശിക്കുകയും ഒരുപാട് യുദ്ധങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് നാമാവശേഷമാവും, ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളത്. പിന്നീട് അതിൻ്റെ ഓർമ്മക്കായിട്ട് ഏകദേശം ആ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ലൈബ്രറിയിൽ അതേ സ്ഥലത്ത് തന്നെ പിന്നീട് ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റും ലോകത്തിലുള്ള പല ആളുകളും പല രാജ്യങ്ങളും മറ്റുമൊക്കെ സഹായിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ലൈബ്രറിയാണ്. അതേ പേരും ഏകദേശം അതുണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ആധുനിക ലൈബ്രറിയാണ് ഈ കാണുന്നത്. ഏകദേശം 1989 ജോലി ആരംഭിക്കുകയും 2001 ഉദ്ഘാടനം ചെയ്യണമെന്ന് കരുതി. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ